നിങ്ങൾക്കും അറിയുമോ? അവര് ആധികാരികമായി മതത്തിന്റെ നിയമം പറയാൻ പറ്റുന്ന ആലിമീങ്ങളാണ്. ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളുടെ ഉസ്താദാണ്. സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അങ്ങനെയുള്ള AP ഉസ്താദിനെ രാഷ്ട്രീയക്കാരെ കാണും പോലെയോ ആ കാഴ്ചപ്പാടിലോ നീ എഴുതുകയോ ചിന്തിക്കുകയോ ചെയ്താൽ, നീ വെളുപ്പാങ്കാലത്താണ് ഉസ്താദിനെ കുറ്റം പറഞ്ഞതെങ്കിൽ ഉസ്താദ് സുബഹി നിസ്കരിച്ചിട്ട് ബുഖാരിയുടെ ദർസ് എടുക്കുകയായിരിക്കും. 10 മണിക്കാണ് നീ ഉസ്താദിനെ കുറ്റം പറയുന്നതെങ്കിൽ നൂറുകണക്കിന് പാവപ്പെട്ടവര് പ്രശ്നങ്ങളുമായി ഉസ്താദിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതിന് കഴിയുന്ന നിനക്ക് പരിഹാരം പറയുകയായിരിക്കും. സന്ധ്യക്കാണ് നീ ഉസ്താദിനെ കുറ്റം പറയുന്നതെങ്കിൽ 10,000 പങ്കെടുക്കുന്ന സദസ്സിൽ സംബോധന ചെയ്ത് അള്ളാന്റെ ദീന് പറയുകയായിരിക്കും. പാതിരാത്രിയാണ് നീ ഉസ്താദിനെ കുറ്റം പറയുന്നതെങ്കിൽ ഉസ്താദ് തഹജ്ജുദ് നിസ്കാരത്തിലായിരിക്കും. അപ്പോൾ നിരന്തരം ദീനിന്റെ അമലുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആലിമീങ്ങളെ ഒരു ഇൽമുമില്ല, ഒരു അമലുമില്ല, ഒരു ഗുണവുമില്ലാത്ത നമ്മൾ കുറ്റം പറഞ്ഞാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ കുടുങ്ങിപ്പോകില്ലേ മോനെ? കാരണം എന്താ? ലാ തഗ്തബന്ന അഹദൻ ഫളലൻ അനിൽ ഉലമാ. മോനെ, ഒരാളെയും ഗീബത്ത് പറയരുത്, പ്രത്യേകിച്ചും ആലിമീങ്ങളെ ഗീബത്ത് പറയരുത്. കാരണം അവരുടെ മാംസം തിന്നാൽ വിഷമാണ് മോനെ. ആഖിറം നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വിഷമാണ്, നഞ്ഞാണതിലുള്ളത്. സാധാരണക്കാരെ പറയും പോലെയല്ല.